Hi, welcome all to the class 6 YouTube channel of X and Y. X and Y class 6ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിനേഷനെ കുറിച്ചാണ്. എന്താണ് പോളിനേഷൻ? നമ്മൾ ഒരുപാട് പ്ലാന്റ്സിനെ പഠിച്ചു, പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഫ്ലവറിനെ പഠിച്ചു. അപ്പോൾ ഫ്ലവർ എന്താ, ഫ്ലവറിൽ നടക്കുന്നത് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പോളിനേഷൻ? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പോളിനേഷൻ? വാട്ട് ഈസ് പോളിനേഷൻ? പോളിനേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് pollen is transferred from male part, that is anther of a flower, to the female part, that is സ്റ്റിഗ്മ. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള മെയിൽ പാർട്ടായിട്ടുള്ള, അതായത് മെയിൽ പാർട്ട്, അതായത് ഒരു ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടായിട്ടുള്ള ആന്തറിൽ നിന്ന് എന്താണ് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ പതിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ്, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. എന്തിനാണ് പോളിനേഷൻ നടക്കേണ്ടത്? പോളിനേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ റീപ്രൊഡക്ഷൻ ഓഫ് മോസ്റ്റ് flowering plants. It leads to the production of seeds which grow into new plants. അതായത് എന്താണ്, നമ്മൾ ഫ്ലവർ എന്താണ്, ഫ്ലവറിൽ എന്താണ്, ഫ്ലവർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് അല്ലേ. ആ റീപ്രൊഡക്ഷൻ നടന്നാലേ എന്തുള്ളൂ, പുതിയതായിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവുള്ളൂ. പുതിയതായിട്ടുള്ള പ്ലാന്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, നമ്മൾ റീപ്രൊഡക്ഷൻ അല്ലേ. അതായത് പുതിയതായിട്ടൊരു പ്ലാന്റ് ഉണ്ടാവണം, എന്നാലേ നമുക്ക് ആ റീപ്രൊഡക്ഷൻ നടന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ ആ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് നടക്കണം? അതിനു മുമ്പ് പോളിനേഷൻ നടക്കണം. ഹൂ ആർ ദ പോളിനേറ്റേഴ്സ്? അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പോളിനേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഏജൻസ് ഉണ്ടാവും അല്ലേ, കുറച്ച് സർട്ടൺ ഏജൻസ് ഉണ്ടാവും. ആ ഏജൻസ് എന്താ ചെയ്യുന്നത്? വേരിയസ് ആനിമൽസ് ഇൻക്ലൂഡിങ് ബീസ്, ബട്ടർഫ്ലൈസ്, ബേർഡ്സ് ആൻഡ് ഈവൻ ബാറ്റ്സ് ആക്ടേഴ്സ് പോളിനേറ്റേഴ്സ് ഹെൽപ്പിംഗ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ. അതായത് എന്താണ്, പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഏജൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിനേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടൈപ്പ് പോളിനേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കാം അല്ലേ, രണ്ട് ടൈപ്പ് പോളിനേഷൻ ഉണ്ട്. ടൈപ്സ് ഓഫ് പോളിനേഷനിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പാണ് അല്ലേ. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? occurs when pollen from anther of a flower lands on the stigma of the same flower or another flower on the same plant. അതായത് എന്താണ്, ഒരേ പ്ലാന്റിലുള്ള ഒരു ഫ്ലവർ, അതായത് ഒരേ പ്ലാന്റിലെ രണ്ട് ഫ്ലവറിൽ നിന്ന് ഒന്നിൽ നിന്ന് ഒരു പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുക, ഒരു സ്റ്റിഗ്മയിലേക്ക് പതിക്കുന്നതും അതേപോലെ തന്നെ എന്താണ്, സെയിം ഫ്ലവറിലുള്ള പോളൻ അതിൻ്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്ന പേരാ? നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ സെയിം പ്ലാന്റിലാണ് നടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറയും. ഇനി രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിലുള്ള രണ്ട് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ നിന്ന്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെയിം സ്പീഷീസിലുള്ള പ്ലാന്റ്സിൽ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ നടക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സിഗ്മ ഓഫ് ഫ്ലവർ ഓൺ ദ ഡിഫറെൻറ്റ് പ്ലാന്റ്. അതായത് വേറൊരു പ്ലാന്റിലുള്ള വേറൊരു ഫ്ലവറിലേക്ക് ഒരു പോളൻ ഗ്രെയിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വേറൊരു ഫ്ലവറിൽ നിന്ന് വേറൊരു പ്ലാന്റിലുള്ള ഫ്ലവറിലേക്ക് നമ്മൾ എന്താണ്, പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് പ്രോസസ് ഇൻക്രീസസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഇതെന്തിനാണ്? ക്രോസ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ്, ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടാവും അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സുകൾ തമ്മിലാണ് എന്താ പോളിനേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ്റെ പ്രയർ ആയിട്ടുള്ള സ്റ്റെപ്പ് നടക്കുന്നതല്ല. അപ്പോൾ എന്താണ്, ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടാവും. അതായത് വേറെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈൻഡ്സില്ല, നമുക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റി ഇല്ല, ഒരുപാട് പ്ലാന്റ്സ് കിട്ടില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണ്, ഇതാണ് ടു ടൈപ്സ് ഓഫ് പോളിനേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജൻസ് ഓഫ് പോളിനേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, പോളിനേറ്റേഴ്സ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഏജൻസ് ഓഫ് പോളിനേഷൻ എങ്ങനെയൊക്കെയാണ് ഏജൻസ്, ഏത് തരത്തിലാണ് ഏജൻസ് ഇല്ലേ നോക്കാം. വിൻഡ് പോളിനേഷൻ ആണ് എന്ത് നമുക്ക് ആദ്യമായിട്ട് തന്നിട്ടുള്ളത്. വിൻഡ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിൻഡ് ക്യാരീസ് പോളൻ ഫ്രം വൺ ഫ്ലവർ to another, often in plants with light dry pollen grains like grasses. അതായത് ഗ്രാസസ് പോലെയുള്ള പ്ലാന്റ്സിൽ എന്തുണ്ട്, വിൻഡാണ്. അതായത് ലൈറ്റ് ആയിട്ടായിരിക്കും അവരുടെ പോളൻസ് ഉണ്ടാവും. അപ്പോൾ ആ പോളൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, വിൻഡ് മതിയില്ല. അപ്പോൾ വിൻഡ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, ആ പോളൻ ഗ്രെയിൻസിന് മറ്റുള്ള പ്ലാന്റ്സിലേക്ക്, അതായത് ഗ്രാസ് സ്പീഷീസിലൊക്കെ കാണുന്ന ഡ്രൈ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിന് എന്ത് ചെയ്യും, ലൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് ചെയ്യും, വിൻഡ് സഹായിക്കുന്നുണ്ട്. അത്തരത്തിൽ നടക്കുന്ന പോളിനേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, വിൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആനിമൽ പോളിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടില്ല. അതിൻ്റെ ഒരു ഇമേജ് എന്താണ്, അതിൽ ആനിമൽസ് ഇൻവോൾവ് ആണ്. അപ്പം ഏതൊക്കെയാണ് ആനിമൽസ് നോക്കാം.
bees, butterflies, birds and bats are common pollinators. They carry pollen to the on their bodies from flower to flower. അതായത് എന്താണ്, ഒരു ഫ്ലവറിൽ നിന്ന് മറ്റ് ഫ്ലവറിലേക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സെയിം ഫ്ലവറിൽ തന്നെ എന്ത് ചെയ്യും, അവരുടെ ബോഡിയിൽ ക്യാരി ചെയ്തിട്ട് എന്ത് ചെയ്യും, പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ഓരോ ആനിമൽസിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആനിമൽ പോളിനേഷൻ. ഇനി എന്താണ്, ആനിമൽ കൂടാണ്ട് തന്നെ എന്ത്, വാട്ടറും ഉണ്ട്. അപ്പോൾ വാട്ടർ പോളിനേഷൻ എന്താ നോക്കാം. ഇൻ അക്വാട്ടിക് പ്ലാന്റ്സ്, അതായത് നമ്മൾ വാട്ടറിലും ഉണ്ട് അല്ലേ ഒരുപാട് പ്ലാന്റ്സ്, അപ്പോൾ അതിനാണ് നമ്മൾ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. വാട്ടർ ക്യാൻ ക്യാരി പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ടു അനദർ. അതായത് എന്താണ്, വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, പോളൻ ഗ്രെയിൻസിനെ ഒരു സ്ഥലത്തിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വാട്ടറിൻ്റെ ബേസിൽ നടക്കുന്ന, അതായത് വാട്ടറിൻ്റെ സഹായത്തോടെ ഹെൽപ്പിൽ നടക്കുന്ന പോളിനേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാട്ടർ പോളിനേഷൻ. ഇങ്ങനെയാണ് എന്താ പോളിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഏജൻസ് ഓഫ് പോളിനേഷൻ ഇങ്ങനെയാണുള്ളത്. 3 തരത്തിലാണ് മെയിനായിട്ടുള്ളത്. വിൻഡ് പോളിനേഷൻ ഉണ്ട്, ആനിമൽ പോളിനേഷൻ ഉണ്ട്, വാട്ടർ ഉണ്ട്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പോളിനേഷൻ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്, സെൽഫ് പോളിനേഷൻ ഉണ്ട്, ക്രോസ് പോളിനേഷൻ ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇതാണെന്താ നമ്മൾ ഒരു പോളിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണിത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടൻസ് ആണ് വേണ്ടത്, അതൊന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മൾ പോളിനേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത. അപ്പോൾ താങ്ക് യു ആൾ.